Hi friends, welcome back to Alpha's Flavors. Thank you for coming back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സീ ഫുഡ് ഐറ്റമാണ് സ്ക്വിഡ് റോസ്റ്റ്, അതായത് നമ്മുടെ കൂന്തൽ റോസ്റ്റ്. അപ്പോൾ കൂന്തൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ആൻഡ് പ്ലീസ് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 750 ഗ്രാം കൂന്തലാണ്. കഴുകി വൃത്തിയാക്കിയപ്പോൾ അത് ഇത്രയും ഉണ്ട്. ഓക്കെ, അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എരിവ് നിങ്ങൾക്ക് മാറ്റം വരുത്തിക്കാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേഷൻ വെക്കണം. മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും വെക്കണം. പക്ഷേ അതിനേക്കാളും കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പാനിലോട്ട് ഈ കൂന്തൽ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ആയാലും നോ പ്രോബ്ലം, സൺഫ്ലവർ ഓയിലായാലും നോ പ്രോബ്ലം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കൂന്തലിട്ട് കൊടുക്കാൻ. ഈ കൂന്തലിട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് 3 മിനിറ്റ്സ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് അതിലുണ്ടാവും. കുറച്ച് കൂടി എണ്ണ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. ജസ്റ്റ് ആ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്ത് 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ സവോളയ്ക്ക് ആവശ്യമായ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി, ബിക്കോസ് ഓൾറെഡി നമ്മൾ കൂന്തലിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി സവോളയുടെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. നോർമൽ മുളക് പൊടി ആയാലും മതി. ഞാൻ കാശ്മീരി ഇടുന്നത് ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കൂന്തൽ, അത് ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ്സ് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ സെർവ് ചെയ്യാൻ റെഡിയായി. അപ്പോൾ കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എളുപ്പം തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും, വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായല്ലോ. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.